കിരണിന്റെ കല്യാണിയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് നിധിയുടെ സുധീഷിന്റെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ പുതിയ കഥയാണ്. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്കാട്ടോ ഞാനത് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന വിശേഷങ്ങളൊക്കെ. അപ്പൊ കാണാനായിട്ട് താല്പര്യമുള്ളവര് ആ ചാനലിനകത്ത് കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മൾ ഇനി കാണാൻ പോകുന്ന ദിവസങ്ങളിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യുഗ്രം വിശേഷങ്ങളാണ്. കുറെ ദിവസങ്ങളായി നമ്മൾ കാത്തിരിക്കുന്ന ഗംഗാപ്രസാദിനെ പിടികൂടണം എന്ന്. അങ്ങനെ ഒടുവില് ഗംഗാപ്രസാദിനെ കിരൺ പിടികൂടുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഇത്രയും കാലത്തിനെ കാത്തിരിപ്പിന് ശേഷം കല്യാണിക്കും പ്രകാശനും അവരെല്ലാരും തേടി അങ്ങനെ ആ സന്തോഷ വാർത്ത എത്തുവാണ്. കഴിഞ്ഞ ദിവസം കണ്ടു ഗംഗാപ്രസാദ് സ്റ്റെഫിയും ചേർന്ന് പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. വേഷം മാറിയാണെങ്കിലും പോണം. 2-3 വട്ടം വേഷം മാറിപ്പോയി. പക്ഷെ ആ തവണയൊക്കെ പണി പാളിപ്പോയി. ലക്ഷ്മി അമ്മയും കാർത്തിയെ ഇപ്പൊ തനിച്ചാണ് ആ വീട്ടില്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. എന്നാലും സാരമില്ല, എന്തേലും വേഷം മാറിപ്പോവാം എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുവാണ്, ഒരു പുതിയ വേഷമൊക്കെ തയ്യാറാക്കി രണ്ടുപേരും കൂടെ ആ വീട്ടിലേക്ക് ചെല്ലാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനെന്ന് പറ, വീടിന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല. ചന്ദ്രസേന്റെ ആൾക്കാരെയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ. ആ വീട്ടിലേക്ക് ആര് എന്നാലും അവരെ പിടികൂടിക്കണമെന്നായിരുന്നു ചന്ദ്രസേന്റെ ഉത്തരവ്. കിരണും ചന്ദ്രസേനും ഒക്കെ നടപ്പാക്കിയൊരു പ്ലാനായിരുന്നത്. കാർത്തിയെ ലക്ഷ്മിയമ്മ തന്നെ ഉള്ളതുകൊണ്ട് ഏത് നിമിഷം വേണേലും അവിടേക്ക് അവന്റെ ആക്രമണം ഉണ്ടാകും ഗംഗാപ്രസാദിന്റെ. അത് പാടില്ല എന്നവർക്ക് നിശ്ചയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്ത്. അവർക്ക് മനസ്സിലായി ഇനി ആ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ വേറൊരു മാർഗം നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അവരെ തിരികെ പോരുവാണ്. ഈ സമയത്ത് കല്യാണിന്റെ അടുത്തേക്ക് കിരൺ വന്നു. കല്യാണിയെ വന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് കിരണിനോട് കല്യാണി പറഞ്ഞു, കിരണേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. എന്റെ സങ്കടങ്ങളൊക്കെ മാറണമെങ്കിൽ അവനുണ്ടല്ലോ ഗംഗാപ്രസാദ്, അവനെ കൈ കിട്ടണം. അവനെ കൈ കിട്ടി തീർത്തു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സന്തോഷമാവുള്ളൂ കിരണേട്ട. കിരണേട്ടനെ കൊണ്ട് അത് സാധിക്കില്ലേ? ഇത്രയും ദിവസമായി. കിരൺ പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുക കല്യാണി. നീ എന്നോട് അങ്ങനെ ഇങ്ങനെയൊന്നും ഒന്നും ആവശ്യപ്പെടുന്നല്ലാന്ന് എനിക്കറിയാം. ഈ കാര്യം എന്റെയും കൂടെ ആവശ്യമാണ്. അവനെ തീർക്കാന്നുള്ളേ. അവൻ ഏത് നരകത്തിൽ പോയി ഒളിച്ചിരുന്നാലും അവനെ ഞാൻ പുറത്തു കൊണ്ടുവരും കല്യാണി. അവനെ ഞാൻ തീർത്തിരിക്കും. കല്യാണി പറഞ്ഞു, ഇന്ന് വരെ ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആർക്കും ഒരു ദോഷം വരണമെന്ന് ആഗ്രഹിക്കുന്നോളല്ല. പക്ഷേങ്കിൽ എൻ്റെ അമ്മയെ ഇല്ലാതാക്കിയവന് പിന്നെ അവന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയും മറ്റുള്ളവർക്ക് ദോഷമാണ്. കാർത്തിയേച്ചിക്കും ലക്ഷ്മിയമ്മയ്ക്കും ഒക്കെ അതെ. അവർക്കൊന്നും ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. അവനെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കണം. പോരാത്തതിന് കല്യാണമൊക്കെ അല്ലേ അടുത്ത് വരുന്നേ. കല്യാണം ആ സമയത്ത് അവൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് വരും. അവന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ അവന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. കിരൺ പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റു. പിന്നീട് കല്യാണി പറഞ്ഞു, അതെ, ആഭരണങ്ങളൊക്കെ എടുക്കാൻ പോകണം. ഡ്രസ്സ് എടുക്കണം, ആഭരണം എടുക്കണം. ഇനിയിപ്പോൾ അധിക ദിവസം ഇല്ലാന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നാളെ തന്നെ പോയേക്കാം. ലക്ഷ്മി അമ്മേനെയും കാർത്തികനെയൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞാൽ മതി, റെഡി ആയിട്ടിരിക്കാൻ. നമുക്ക് അവരെയും കൂടെ പോയി പിക്ക് ചെയ്ത് കൊണ്ടാവും. കാരണം അവർ തനിച്ച് അങ്ങനെ ഇറങ്ങി വരണ്ട. കാരണം തനിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷം പോലും സംഭവിക്കും. ഗംഗാപ്രസാദിന്റെ കാര്യല്ലേ. അങ്ങനെ കല്യാണി കാർത്തികനെ വിളിച്ച് കാര്യങ്ങൾ പറയണം. എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്താനായിട്ട് ആഭരണങ്ങളും ഡ്രസ്സൊക്കെ എടുക്കണമല്ലോ. പക്ഷെ കാർത്തിക പറഞ്ഞു, ഇപ്പൊ വേണ്ട കല്യാണി, അത് പറഞ്ഞാൽ പറ്റില്ല. നമ്മളൊരു മുഹൂർത്തം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കാർത്തികേച്ചിയുടെ വിവാഹം നടക്കണം. കാർത്തിക പറഞ്ഞു, അത് പിന്നെ ഒന്നും കൂടുതലായിട്ടൊന്നും പറയണ്ട, വന്നാൽ മാത്രം മതി. കല്യാണി നോക്കിയപ്പോൾ ദീപയുടെ കുറെ ആഭരണങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു പഴയത്. അതൊക്കെ മാറ്റിയെടുക്കണം എന്ന് തന്നെ ചിന്തിച്ചു. കാർത്തികേച്ചിക്ക് വേണ്ടിയിട്ട് കുറെ കൊടുക്കണം. ഒന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ല. ആർഭാടമായിട്ടല്ലെങ്കിലും സ്വർണത്തിനും ഡ്രസ്സിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ചേച്ചിനെ സഹായിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അതുകൊണ്ടാണ് കല്യാണി അതെല്ലാം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. കാദംബരിയും കല്യാണിയും കിരണും അവരെല്ലാരും കൂടെ കൂടിയിട്ടാണ് ആഭരണങ്ങളൊക്കെ എടുക്കാനായിട്ട് പോകുന്നത്. ഈ സമയത്ത് കാർത്തിക ലക്ഷ്മിയമ്മ റെഡിയായി. അപ്പൊ അവിടുത്തെ ഓരോ കാര്യങ്ങളും, അവിടെ ഒരു പെൻ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ഗംഗാപ്രസാദ് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവർ ഒരുങ്ങി ഇറങ്ങുന്ന കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവർ ആഭരണങ്ങൾ വാങ്ങാനും അതുപോലെ തന്നെ ഡ്രസ്സ് എടുക്കാനൊക്കെയാണ്. ഈ സമയം മാക്സിമം പ്രയോജനപ്പെടുത്തണം. എങ്ങനെയെങ്കിലും പുറത്ത് വെച്ച് കഥ കഴിക്കണം എന്ന് തീരുമാനിച്ച് സ്റ്റെഫിയും കൂട്ടിക്കൊണ്ട് ഗംഗാപ്രസാദ് പുതിയ വേഷം മാറി ഇറങ്ങാനൊരുങ്ങുവാണ്. സ്റ്റെഫി പറഞ്ഞു, എങ്ങാനും നമ്മൾ പിടിക്കപ്പെട്ടാൽ തീർന്നു. ഒരു കാരണവശാലും പിടിക്കപ്പെടില്ല, ധൈര്യമായിട്ടിരിക്കുക. ഞാനല്ല പറയണേ. കാരണം ആ വീട്ടിൽ കയറി നമുക്ക് അത്ര പെട്ടെന്നൊന്നും തീർക്കാനായിട്ട് പറ്റില്ല. വീടിന് നല്ല പ്രൊട്ടക്ഷനാണ്. അപ്പൊ പുറത്ത് വരുമ്പോഴാ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇതേ സമയത്ത് കിരണും കല്യാണിയൊക്കെ അങ്ങോട്ട് ചെന്നു. അവരെ കൂട്ടിക്കൊണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് കാർത്തിയോട് കല്യാണി പറഞ്ഞു, ചേച്ചി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അധികം വൈകാതെ തന്നെ ഗംഗാപ്രസാദിനെ പിടികൂടിയിരിക്കും. കിരണേട്ടനും അച്ഛനും ഒക്കെ അതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് നടക്കുക.
എനിക്കറിയാം കല്യാണി, എന്നാലും എനിക്ക് ഞങ്ങളുടെ കാര്യത്തിലൊരു ടെൻഷനില്ല. ദിലീപേന്റെ കല്യാണിയുടെയും കിരണിന്റെ ഒക്കെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിഷമമുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഞങ്ങൾക്ക് സഹിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമാണോ? അത് കേട്ടപ്പം രശ്മിയമ്മ പറഞ്ഞു, അതെ മോളെ, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറിയത്. ഞങ്ങൾ ആ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ ആപത്ത് സംഭവിക്കും. കിരൺ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി കല്യാണം ആകുമ്പത്തേനും ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരും. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വരണം. തനിച്ച് നിങ്ങളെ അവിടെ നിർത്താൻ പറ്റില്ല. കാദംബരി പറഞ്ഞു, അതെ, അതന്നെ എൻ്റെ ശരി. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കാർത്തിയേച്ചിയുടെ കല്യാണം, അത് നടക്കണം. അതുപോലെ തന്നെ അമ്മ ഇതൊക്കെ മുകളിലിരുന്ന് കാണുന്നുണ്ടായിരിക്കും. അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായിരിക്കും കാർത്തിയേച്ചിയുടെ കല്യാണം. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഞങ്ങൾ കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ കല്യാണി പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും ഇനി വിഷമിക്കണ്ട കാർത്തിയേച്ചി, നമ്മളാരും ഒന്നും ചെയ്തിട്ടല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കല്യാണിയാണ് അവരെ ആശ്വസിപ്പിക്കുന്നത്. അവർക്ക് മനസ്സ് നല്ല കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ അവിടേക്ക് കൊണ്ട് കാർ നിർത്തി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് ഗംഗാപ്രസാദ് ഒക്കെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു, വേഷം മാറി. അങ്ങനെ അവരങ്ങോട്ട് കയറി പോകുന്നത് കണ്ടു. പിന്നാലെ തന്നെ ചെല്ലുവാണ്. കാരണം എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് തീർക്കാനും പാത്തിന്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ഒന്നും അല്ലാത്ത മട്ടിൽ അവിടെ മാറി നിൽക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് സ്റ്റാഫ് വന്നിട്ട് എന്താ സാറേ വേണ്ടതെന്നൊക്കെ ചോദിക്കണം. അതെ, ഞങ്ങൾ സെലക്ട് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് മാറിയിരുന്നു. എൻ്റെ ഇടയ്ക്ക് സ്റ്റെഫി ഒന്നൊരു സാധനങ്ങളൊക്കെ വേണമെന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ പോയി നോക്കുന്നൊക്കെ ഉണ്ട്. അവരുടെ ഉദ്ദേശം വേറെയാ. പക്ഷെ ഷോപ്പുകാർക്ക് ഒരു സംശയം തോന്നാൻ പാടില്ലല്ലോ. ഇടയ്ക്ക് കാർത്തിക് കോള് വന്നു. കാർത്തിക് കോള് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാർത്തിക് കോൾ എടുത്തോണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ഗംഗാപ്രസാദ് സ്റ്റെഫിയെ ഒന്ന് നോക്കി. ഇത് തന്നെ പറ്റിയൊരു അവസരം എന്ന് കരുതി. പക്ഷേ എങ്കിൽ അങ്ങനെ അങ്ങോട്ട് നീ കഴിഞ്ഞപ്പോഴത്തേനും കിരൺ എന്ത് ചെയ്യുവാണ്? കിരൺ പെട്ടെന്ന് കാർത്തികയുടെ അടുത്തേക്ക് അങ്ങോട്ട് വന്നു. കാരണം കിരൺ അറിയാം തിരക്കുള്ള സ്ഥലം ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ. അപ്പം പിന്നെ എപ്പോഴും നോട്ടം കിട്ടിയെന്ന് വരത്തില്ല. എവിടെയെങ്കിലും വേഷം മാറി അവന് ഇരിപ്പുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കാർത്തി ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും കിരൺ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദിന്റെ പ്ലാൻ അങ്ങോട്ട് പാളി. കാരണം കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് കാർത്തിയോട് പറഞ്ഞു, കാർത്തിയേച്ചി ഇങ്ങനെ മാറിയെന്ന് അധികം സംസാരിക്കൊന്നും വേണ്ട, ഞങ്ങളോടൊപ്പം പോരാനും പറഞ്ഞുകൊണ്ട് കിരൺ കാർത്തിയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. പണി പാളിപ്പോയി. അവിടെ വെച്ച് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. 2-3 വട്ടം ട്രൈ ചെയ്ത് അവിടെ വെച്ച്. പക്ഷെ അവിടെയൊക്കെ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് പറഞ്ഞ പോലെ എന്തേലും ഒരു കാരണം കൊണ്ട് അവർ മാറി മാറി പോകുമായിരുന്നു. ഗംഗാപ്രസാദ് മനസ്സിലായി ഇവിടെ വെച്ച് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഇത്ര തിരക്കുള്ള സ്ഥലമാണെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കിരണൊക്കെ കൂടെ തന്നെയുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇനിയിപ്പം വേറെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് കരുതിയിട്ട് ഒടുവിൽ അവർ രണ്ടുപേരും കൂടെ പിൻവാങ്ങുവാണ്. ഈ സമയത്ത് എല്ലാ ദിവസവും തന്നെ പ്രകാശ് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രകാശിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം ഗംഗാപ്രസാദിനെ പിടികൂടണം. കാർത്തിമോളുടെ കല്യാണം നടക്കണം. തന്റെ പെൺമക്കൾക്ക് ഒരു ആപത്തും ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് ഡെയിലി പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പോരാത്തതിന് മല ചവിട്ടാനായിട്ട് കാല് വയ്യ, എങ്കിലും മല ചവിട്ടാനായിട്ട് മാല ഇട്ടിരിക്കുവാണല്ലോ. തിരുമേനി പ്രകാശൻ ചെല്ലുമ്പോഴും പറയും പ്രകാശിന്റെ ആഗ്രഹം അധികം വൈകാതെ തന്നെ നടക്കും. അതൊരു ആശ്വാസവാക്ക് മാത്രമായിരുന്നില്ല, പ്രകാശിന്റെ ഒരു ഊർജം കൂടെ ആയിരുന്നു. അങ്ങനെ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ദിവസം മണി വീട്ടിലേക്ക് വരുന്ന സമയത്ത് കല്യാണിയെ പറഞ്ഞു, അല്ല അച്ഛൻ ഈ വയ്യാത്ത കാലും പിടിച്ചോണ്ട് എന്നും എന്തിനാ ക്ഷേത്രത്തിലേക്ക് പോകുന്നേ? അച്ഛനോട് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? പോരെ മോളെ, എനിക്ക് അവിടെ ചെന്ന് ദേവിയെ തൊഴുത് പ്രാർത്ഥിക്കണം. അച്ഛൻ വിഷമിക്കേണ്ട കാര്യമില്ല. അധികം വൈകാതെ തന്നെ ആ ഗംഗാപ്രസാദിനെ പിടികൂടാൻ പറ്റും. അധികകാലം അയാൾ ഇങ്ങനെ പുറത്ത് ഉല്ലസിച്ച് നടക്കാനായിട്ട് പറ്റില്ല. അമ്മയുടെ ആത്മാവ് നമ്മളോടൊപ്പം ഉണ്ടല്ലോ. അമ്മയുടെ ആത്മാവ് നമ്മളോടൊപ്പം ഉള്ളിടത്തോളം കാലം അവന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. ഉറപ്പായിട്ടും അവനെ പിടികൂട് വെച്ചാ. പ്രകാശം പറഞ്ഞു, കാര്യമൊക്കെ ശരി തന്നെയാ മോളെ, പക്ഷെ എനിക്ക് നല്ല ടെൻഷനുണ്ട്. കാർത്തി മോളുടെ കല്യാണ സമയത്ത് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നൊക്കെ പേടിയുണ്ട്. അതൊന്നും സംഭവിക്കില്ല. കിരണേട്ടനും അച്ഛനും ഒക്കെ കാത്തിരിക്കുന്നുണ്ടല്ലോ. പിന്നെ അച്ഛൻ ഏർപ്പാടാക്കിയ ആൾക്കാരും ഉണ്ട്. അവരെ ഒക്കെ ഭേദിച്ചുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് ഗംഗാപ്രസാദിന് പറ്റില്ല. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. അല്ല മോളെ, എങ്ങാനും വേഷം മാറി വന്നാലോ? വേഷം മാറി വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ കാര്യത്തിലൊരു തീരുമാനം എടുത്തോളും. അതൊക്കെ പറയാണ്. അങ്ങനെ ഒടുവിൽ കിരൺ ചന്ദ്രസേനെ കാണാൻ പോകുന്നുണ്ട്. ചന്ദ്രസേനെ കണ്ടിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ അധികം ദിവസം കാത്തിരിക്കാൻ പറ്റില്ല. കാർത്തിയുടെ കല്യാണത്തിന് മുമ്പ് കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാക്കണം. എടാ മോനെ, അവൻ എങ്ങനെ കൈ കിട്ടുവാണെങ്കിൽ നീ അങ്ങ് തീർത്ത് കളഞ്ഞേരെ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. പക്ഷെ അവൻ എവിടെയാ എന്താണെന്നും അറിയത്തില്ലല്ലോ. ഒടുവിൽ കിരൺ ഒരു വിവരം കിട്ടി അവനുള്ള വീടിനെ കുറിച്ച്. അങ്ങനെ അവരവിടെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവനോടൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ദിവസത്തിൽ കൂടുതൽ ഒരു വീട്ടിൽ തങ്ങുന്ന സ്വഭാവനില്ല. അവനറിയാം എങ്ങാനും അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടുമെന്ന്. അതുകൊണ്ട് അവൻ അവിടുന്ന് മാറിയിട്ടുണ്ടായിരുന്നു. പിടുത്തം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ കിരണ് മനസ്സിലായി അവൻ ഈ ലൊക്കാലിറ്റി തന്നെയുണ്ട്. അവന് അധികം ദൂരേക്കൊന്നും പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും കാർത്തിയുടെ കല്യാണത്തിന് വരും. അവന് അന്ന് പിടികൂടാ. ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല കല്യാണത്തിന് എന്നൊരു ചിന്തയുണ്ടായി. പിന്നീട് കാത്തുകാത്തിരുന്ന് മണ്ഡലകാലം വന്നെത്തുവാണ്. അപ്പം വൃശ്ചിക മാസത്തിൽ
ഉറപ്പായിട്ടും കല്യാണിയൊക്കെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുള്ള കാര്യം ഗംഗാപ്രസാദിന് അറിയാം. സ്റ്റെഫിയോട് പോയി പറഞ്ഞു ആ ക്ഷേത്രത്തിലേക്ക് വരും. അവർ സ്ഥിരമായിട്ട് വരുന്നൊരു ക്ഷേത്രമുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം. മാലയിടാൻ വരുന്നതെന്ന് അവർ കരുതിക്കോളും. അവിടേക്ക് പോകാന്ന് പറയണ. സ്റ്റെഫി പറഞ്ഞു പിടിക്കപ്പെടുവോ? അതിവിടെ ആൾക്കാരൊന്നും ഇല്ലാത്തതല്ലേ. മാലയിടാൻ വരുന്നവർ അങ്ങനെ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കത്തില്ലല്ലോ, ക്ഷേത്രം കൂടെ അല്ലേ, ധൈര്യമായിട്ട് പോവാന്ന് പറയണ. അങ്ങനെ എന്ത് ചെയ്യുവാണ്, കാവി വസ്ത്രമൊക്കെ ധരിച്ച് റെഡിയായി ഗംഗാപ്രസാദ്. കാരണം അവിടേക്ക് പ്രകാശം വരും. പ്രകാശം മാലയിട്ടുണ്ട്. പ്രകാശം വരുന്ന ക്ഷേത്രമാണല്ലോ എപ്പോഴും തന്നെ. അതുപോലെ തന്നെ കല്യാണി വന്നിട്ടുണ്ട്, ആ കൂടെ കാർത്തിയും കാണും എന്നൊരു ചിന്തയായിരുന്നു. അവർ മൂന്നുപേരും ഉറപ്പായിട്ട് വരും. കിരൺ വരാനായിട്ട് ചാൻസ് കുറവാണ് ക്ഷേത്രത്തിലേക്ക്. അപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. അങ്ങനെ അന്നത്തെ വൃശ്ചിക മാസം 1-ാം തീയതി കല്യാണി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴത്തേനും കിരൺ പറഞ്ഞു, അല്ല കല്യാണി, നീ ഇന്ന് ക്ഷേത്രത്തിൽ പോണം? പോണം, കാർത്തേച്ചി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പോണെന്ന് പറയണ. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഞാനും കൂടെ വരാന്ന് പറയണ. അത് സാരില്ലേ കിരണേട്ടാ, ക്ഷേത്രത്തിലേക്കല്ലേ പോകുന്നേ, ഇവിടെ അടുത്ത ക്ഷേത്രമല്ലേ, ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണിയും കാർത്തിയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോയാലും കിരൺ അങ്ങനെ മാറിയിരിക്കാൻ പറ്റില്ലല്ലോ. കിരൺ എന്ത് ചെയ്തു, അവര് പോയതിന് ശേഷം പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ അവര് ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വരുന്നേ. ഗംഗാപ്രസാദ് നോക്കിക്കഴിഞ്ഞപ്പോൾ കല്യാണിയും കാർത്തിയും കൂടെ തൊഴുത് പ്രാർത്ഥിച്ചു വരുന്നു. ഗംഗാപ്രസാദിന് സന്തോഷമായി. ഇത് തന്നെ ഒരു പറ്റിയ അവസരം എന്ന് കരുതിയിട്ട് ഗംഗാപ്രസാദ് അങ്ങോട്ട് നീങ്ങി. കിരണാണെങ്കിലോ മാറി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കിരണിനെ കണ്ടില്ല ഗംഗാപ്രസാദ് അങ്ങോട്ട് മലയ്ക്ക് പോകാനായിട്ട് വരുന്ന ഒരാളുടെ വേഷത്തില് കാവ്യ വസ്ത്രമൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ കിരണിന് മനസ്സിലായി ഇത് അവനാണല്ലോ എന്ന് മനസ്സിലായി. കിരൺ പിന്നെ ഒട്ടും മടിച്ചില്ല, അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. കിരൺ വരുന്ന കണ്ടപ്പോൾ അവന് മനസ്സിലായി, ഗംഗാപ്രസാദിന് മനസ്സിലായി തന്നെ മനസ്സിലായെന്നുള്ള കാര്യം. ഗംഗാപ്രസാദ് ഓടി. പക്ഷെ കിരൺ വിട്ടില്ല. കിരൺ പിന്നാലെ ചെന്നു. അവസാനം അവര് ആളൊഴിഞ്ഞൊരു പറമ്പിലേക്ക് കയറുവാണ്. ഗംഗാപ്രസാദ് നൂറേന്ന് പറഞ്ഞാൽ ഓടുന്നേ. പക്ഷെ കിരൺ അതിനേക്കാളും അതിവിദഗ്ധന്റെ. കിരൺ അവന്റെ പിന്നാലെ ചെന്നു. അവന്റെ പിന്നാലെ ചെന്നിട്ട് അവനെ ഓടിച്ചിട്ട് ഇടിക്കുകയാണ്. ഒടുവില് ഗംഗാപ്രസാദ് താഴെ വീണു. ഗംഗാപ്രസാദ് താഴെ വീണ് കഴിഞ്ഞപ്പോഴത്തേനും അവനെ എടുത്തിട്ട് ഇടിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അവനെ ഇട്ട് ചതയ്ക്കുവാണ്. അവന് എഴുന്നേറ്റ് പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ സംഭവിക്കുന്ന ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം. ഉറപ്പായിട്ടും ഗംഗാപ്രസാദൻ തീർക്കും. കിരണൻ തീർത്തില്ല. അങ്ങോട്ടേക്ക് വന്നിട്ട് പ്രകാശനാണെങ്കിലും ആ കൃത്യം നിർവഹിക്കും. ഒരു കാര്യം ഉറപ്പിച്ച അവനിനി ജീവനോടെ ഇരിക്കില്ലെന്ന്. അങ്ങനെ എല്ലാവരുടെയും കാത്തിരിപ്പിനൊടുവില് ഗംഗാപ്രസാദിന്റെ നെഞ്ചത്ത് റീത്ത് വെക്കുവാണ് കിരണ. അപ്പൊ അതിന് നല്ല നല്ല വിശേഷങ്ങളാണ് നമ്മൾ അടുത്ത ആഴ്ച കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നു നിർത്തുന്നു. നന്ദി.